ഹമാസ് ഭീകരർക്ക് ഐക്യദാർഢ്യവുമായി SDPI കൂടുതൽ കേന്ദ്രങ്ങളിൽ പാലസ്തീൻ പതാകകൾ ഉയർത്തി. എറണാകുളം ഓടക്കാലിയിൽ റോഡിന് കുറുകെ പാലസ്തീൻ പതാക ഉയർത്തി. നടപടിയെടുക്കാനാകില്ല എന്ന് പോലീസ്. പലസ്തീൻ ഐക്യദാർഢ്യം എന്ന പേരിൽ ഹമാസ് പോലുള്ള ഭീകര ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, ഈ കേരളത്തിലും ഹമാസിനെ അനുകൂലിച്ചുകൊണ്ടുള്ള കൊടി ഉയർത്തലും അതേപോലെ തന്നെ അവർക്ക് പിന്തുണ നൽകിക്കൊണ്ടുള്ള ഐക്യദാർഢ്യവുമൊക്കെ SDPIയുടെ നേതൃത്വത്തിൽ നടക്കുന്നു. പക്ഷേ ഇതൊന്നും തടയാനാകില്ല എന്നാണ് പോലീസ് പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ ജിജീഷ്. പാലസ്തീൻ അനുകൂലം എന്നും പലസ്തീൻ ഐക്യദാർഢ്യം എന്നും പേര് പറഞ്ഞുകൊണ്ട് വ്യാപകമായി തന്നെ ഹമാസിനെ പിന്തുണയ്ക്കുന്ന കൂട്ടായ്മകളാണ് സംഘടിപ്പിച്ചു വരുന്നത്. ഇതിന് നേതൃത്വം നൽകുന്നത് SDPI നേതൃത്വത്തിലും ഒപ്പം തന്നെ തീവ്ര സംഘടനകളും തന്നെയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഇപ്പോൾ ഇത്തരത്തിൽ പതാക ഉയർത്തിയിരിക്കുന്നത് ആലുവ മൂന്നാർ റോഡിൽ ഓടക്കാലിയിലാണ്. റോഡിന് കുറുകെ പാലസ്തീൻ പതാക ഉയർത്തിയിരിക്കുന്നത്. ഈ പാലസ്തീൻ പതാക ഉയർത്തുകയും പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ അത് പ്രത്യക്ഷത്തിലല്ലാതെ തന്നെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഹമാസിന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അത് പരസ്യമായി ചില ഘട്ടങ്ങളിൽ പറയുന്നില്ല എന്ന് മാത്രമാണ്. പലപ്പോഴും ഇത്തരം യോഗങ്ങളിൽ, പാലസ്തീൻ ഐക്യദാർഢ്യ യോഗങ്ങളിൽ ഹമാസിനെ അനുകൂലിച്ചുള്ള സംഭാഷണങ്ങളും സംസാരങ്ങളും പ്രസംഗങ്ങളും എല്ലാം തന്നെയാണ് ഉണ്ടാകുന്നത്. അത്തരത്തിൽ ഉള്ള ഒരു ശ്രമങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് എറണാകുളം ജില്ലയിലും പല ഭാഗത്തും പാലസ്തീൻ പതാകകൾ ഇത്തരത്തിൽ ഉയർത്തിയിരിക്കുന്നത്. ദേശീയ പതാകയെ പോലും പലയിടത്തും അവഹേളിക്കപ്പെടുന്ന അതേ സാഹചര്യത്തിൽ തന്നെയാണ് ഭാരതത്തിന്റെ പതാകയെ ഉയർത്തി കാണിക്കുകയും അതേസമയം പാലസ്തീൻ പതാകകൾ ഉയർത്തി കാണിക്കുകയും ചെയ്യുന്ന വിധത്തിലേക്ക് തന്നെ പലയിടത്തും ഇത്തരത്തിൽ പാലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ മാറുന്നു എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. സ്വന്തം രാജ്യത്തെ ദേശീയതയെ ഉയർത്തിപ്പിടിക്കുകയും ആ പതാകകൾ ഉയർത്തുകയും ചെയ്യേണ്ടിടത്ത് മറ്റൊരു രാജ്യത്തിന് പ്രാധാന്യം നൽകുകയും അതിന്റെ പതാകകൾ ഉയർത്തി പരിപാടികൾ നടത്തി ചെയ്യുന്നു എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഒപ്പം തന്നെയാണ് ഭീകര സംഘടനയായ ഹമാസിനെ പ്രത്യക്ഷത്തിലല്ലാതെ അനുകൂലിക്കുന്ന ഒരു നിലപാടും അത്തരത്തിലുള്ള പ്രചാരണവും വ്യാപകമായി തന്നെ നടക്കുന്നത്. ഇതിനെതിരെ പ്രതിഷേധം ശക്തമാണ്. വിവിധ സംഘടനകൾ ദേശീയതയെ ഉയർത്തിപ്പിടിക്കുന്ന ദേശീയ രാഷ്ട്രീയ സംഘടനകളും ഒപ്പം തന്നെ വിവിധ സംഘടനകളും എല്ലാം തന്നെ ശക്തമായ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ഇതിനെതിരെ പോലീസിൽ പരാതികളും പോലീസിനെ ഇത്തരം കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി ഇതിൽ നടപടിയെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. പോലീസ് വ്യക്തമാക്കുന്നത് ഈ പലസ്തീൻ പതാക ഉയർത്തുന്നത് നിയമപരമായി തടയാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ നടപടികൾ എടുക്കില്ല എന്നാണ്. എന്നാൽ വലിയ തോതിലുള്ള ഒരു സംഘർഷ സാഹചര്യവും ഒപ്പം തന്നെ തെറ്റായ പ്രചരണങ്ങളും ഹമാസ് അനുകൂല തീവ്രവാദ സംഘടനകൾക്ക് അനുകൂലമായ ഒരു ഐക്യപ്പെടുത്തലും എല്ലാം തന്നെയാണ് ഇതിന്റെ പലസ്തീൻ ഐക്യദാർഢ്യം എന്ന പേരിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതെ, വ്യക്തമാണ്. ഹമാസ് ഭീകരർക്ക് ഐക്യദാർഢ്യവുമായി SDPI രംഗത്ത് വരികയാണ്. കൂടുതൽ കേന്ദ്രങ്ങളിൽ പാലസ്തീൻ പതാകകൾ ഉയർത്തി അവർ ഹമാസിന് പിന്തുണ നൽകുന്നു. പക്ഷേ ഇത് കൃത്യമായി തടയാൻ കഴിയില്ല എന്ന് പോലീസും വ്യക്തമാക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ.